ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റിലേക്ക് കടന്ന SIT. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും തട്ടിയെടുത്ത് സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയത് സ്മാർട്ട് ക്രിയേഷൻസിനാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകി. ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണെന്നാണ് SIT വിലയിരുത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും വിവരം ലഭിച്ചിരുന്നു. വേർതിരിച്ച സ്വർണം കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന് കൊടുത്തുവെന്നും SIT കണ്ടെത്തിയിരുന്നു. ബെല്ലാരിയിൽ നടന്ന തെളിവെടുപ്പിൽ 800 ഗ്രാമിലധികം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിനു പിന്നാലെ വീണ്ടും നടത്തിയ ചോദ്യം ചെയ്യലിലെ പൊരുത്തക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും SIT അറസ്റ്റ് ചെയ്തത്. ശുദ്ധമായ തകിടിൽ മാത്രമേ സ്വർണം പൂശൽ പോലുള്ള ജോലികൾ ചെയ്യുള്ളൂവെന്ന പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ മൊഴികളാണ് സംശയത്തിലേക്ക് വഴിവെച്ചത്. ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ പരിശോധനയിൽ രേഖകളിലും സംശയമുണ്ടായിരുന്നു. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള EDയുടെ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIRഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. എന്നാൽ മുഴുവൻ രേഖകൾ കൈമാറുന്നതിൽ SIT എതിർപ്പ് അറിയിച്ചിരുന്നു. ഇത് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും സമാന്തര അന്വേഷണം വേണ്ടെന്നുമായിരുന്നു SITയുടെ നിലപാട്. 24 കൊല്ലം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ഹൈക്കോടതിയുടെ വിമർശനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടെന്ന് കോടതിയുടെ ചോദ്യം. അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പോക്കിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. കേസിലെ പ്രതികളായ N വാസു, മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ ജാമ്യം തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശങ്ങളുള്ളത്. ആദ്യമായാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുന്നത്. ഡിസംബർ 5 ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. കൂട്ടായ തീരുമാനമാണ് ദേവസ്വം ബോർഡ് എടുക്കുക. A പത്മകുമാറിനെ പോലെ തന്നെ ബോർഡംഗങ്ങളായ KP ശങ്കർദാസിനും വിജയകുമാറിനും കൂട്ടുത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ പ്രതി ചേർക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അന്വേഷണത്തിൽ വിവേചനം പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. SIT അന്വേഷണത്തിൽ ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നുവെന്ന സംശയം പ്രകടിപ്പിച്ച ഹൈക്കോടതി വൻതോക്കുകൾ ഒഴിവാക്കപ്പെടരുതെന്ന് മുന്നറിയിപ്പും നൽകി. സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേട്ടുകേൾവിയില്ലാത്ത കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. നിലവിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ജനുവരി 5 ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിൽ സർക്കാരിന്റെ U-ടേൺ. പാരഡി ഗാനത്തിനെതിരായ കേസുകൾ പിൻവലിക്കാനും തുടർ നീക്കങ്ങൾ മരവിപ്പിക്കാനും ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP നിർദ്ദേശം നൽകി. വൈകി വന്ന വിവേകമെന്ന് പ്രതിപക്ഷവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിജയമെന്ന് പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF തോൽവിക്ക് പിന്നാലെയാണ് പാരഡി ഗാനം വീണ്ടും ചർച്ചയായത്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പാരഡി പാടിയതിന് പിന്നാലെ പരാതിയും പോലീസ് കേസും. പാരഡിക്കെതിരായ നടപടികളിൽ സർക്കാരിനും CPIM-നുമെതിരെ ഉയർന്നത് കടുത്ത വിമർശനവും പരിഹാസവും. ഇടത് സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുയർത്തി സർക്കാരിനെതിരെ രംഗത്ത്. ഇതോടെ കേസും വേണ്ട, തുടർ നടപടിയും വേണ്ടെന്ന നിലപാടിലേക്ക് സർക്കാരെത്തി. സമൂഹമാധ്യമങ്ങളിൽ പാട്ട് നീക്കില്ല, പാട്ട് നീക്കാൻ ആവശ്യപ്പെട്ട് മെറ്റയ്ക്കും ഗൂഗിളിനും കത്തുമയക്കില്ല. പാരഡിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനിരുന്ന CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വവും മലക്കം മറിഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM-ന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. സർക്കാരിനെ പരിഹസിച്ച് പ്രതിപക്ഷവും രംഗത്ത്. അസഹിഷ്ണുതയോടുകൂടിയാണ് എല്ലാ എതിർപ്പുകളെയും നേരിടുന്നത്. ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സിവർക്കില്ല. കേസ് പിൻവലിച്ചതിൽ സന്തോഷമെന്നും മതവികാരം വ്രണപ്പെടുത്തിയെന്ന് തോന്നുന്നില്ലെന്നും പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചു. എൻ്റെ നമ്പർ കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിന് താഴെ ഒരിക്കൽ പോലും കോളിൽ വിളിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ മതവികാരം വ്രണപ്പെട്ടു എന്നോ അല്ലെങ്കിൽ മതനിന്ദ നടത്തിയെന്നോ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും പറയാനിട വന്നിട്ടില്ല.
ഇതിനിടെ തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ പരാതിക്കാരൻ പ്രസാദ് കുഴിക്കാലയുടെ മൊഴിയെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം നിഷേധിച്ച് CPM. മാധ്യമങ്ങൾ നടത്തുന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. VC നിയമനത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിനെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഐകകണ്ഠേന അംഗീകരിക്കുകയാണ് ഉണ്ടായതെന്ന് വിശദീകരണം. VC നിയമനത്തിൽ ഗവർണറാണ് സമവായ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. ആദ്യം സമവായത്തിന് തയ്യാറാകാതിരുന്ന ഗവർണർ കോടതി കടുപ്പിച്ചതോടെ മുഖ്യമന്ത്രിയെ വിളിച്ച് സമവായത്തിലെത്തിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. സൈബർ ആക്രമണങ്ങളിൽ വൈകാരികവും ശക്തവുമായ പ്രതികരണവുമായി നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത. തനിക്കെതിരെ അതിക്രമമുണ്ടായപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്ന് സമൂഹമാധ്യമ പോസ്റ്റ്. അതിനിടെ കേസിൽ പ്രതിയായിരുന്ന ദിലീപിനെതിരെ സംസാരിച്ചതിന് തനിക്ക് നേരെ ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി DGPക്കും സൈബർ പോലീസിനും പരാതി നൽകി. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് ശേഷം ഇത് രണ്ടാം തവണയാണ് വൈകാരികവും ശക്തവുമായ നിലപാടുമായി അതിജീവിത രംഗത്തു വരുന്നത്. അതിക്രമമുണ്ടായപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്നാണ് സമൂഹമാധ്യമത്തിലെ വൈകാരിക കുറിപ്പ്. കേസിൽ 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വിവാദ വീഡിയോയിൽ മറുപടി നൽകിയാണ് അതിജീവിതയുടെ പ്രതികരണം. ഇത്തരം വൈകൃതങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ. താൻ ഇരയോ അതിജീവിതയോ അല്ല, സാധാരണ മനുഷ്യനാണെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും അതിജീവിത. ഇതിനിടെ തനിക്ക് നേരെ ഭീഷണിയെന്നാരോപിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ചലച്ചിത്ര പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി രംഗത്തെത്തി. കോള് വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയും. അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഭീഷണിയിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ പോലീസിനും ഭാഗ്യലക്ഷ്മി പരാതി നൽകി. അതേസമയം ദിലീപ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിട്ട വിധിയിൽ ഉടൻ അപ്പീൽ നൽകുമെന്ന് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് V അജകുമാർ പറഞ്ഞു. 24 കൊച്ചി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് താൽക്കാലിക ആശ്വാസം. കിഫ്ബിക്ക് അയച്ച ED നോട്ടീസിന്മേലുള്ള തുടർ നടപടി തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. കേസ് വീണ്ടും പരിഗണിക്കുന്ന ജനുവരി 5 വരെയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാം. ഭൂമി ഏറ്റെടുത്തത് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനമല്ല എന്ന് കിഫ്ബി കോടതിയിൽ വാദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് നൽകിയിരിക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ ഹർജി അപക്വമാണെന്നും അത് നിലനിൽക്കില്ല എന്നുമായിരുന്നു അപ്പീലിൽ ഇഡിയുടെ വാദം. കൊച്ചി മേയർ സ്ഥാനത്ത് ടേം നിബന്ധന വയ്ക്കാൻ KPCC. 1-ലധികം പേരുകൾ മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ധാരണ. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾക്കും 2.5 വർഷം വീതം ലഭിക്കും. പാർട്ടിയിൽ സുപ്രധാന പദവി വഹിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന നിർദ്ദേശമാണ് ദീപ്തിക്ക് സഹായമാകുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഷന് പിന്നാലെ CI KG പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത. പ്രതാപചന്ദ്രനെതിരെ തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങാനാണ് മർദ്ദനമേറ്റ തൊടുപുഴ സ്വദേശി NJ ഷൈമോളുടെയും ഭർത്താവ് ബെൻജോ ബേബിയുടെയും തീരുമാനം. വിവാദ ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ പേർ പരാതിയുമായി ഇന്ന് രംഗത്തു വന്നു. NJ ഷൈമോളുടെയും ഭർത്താവ് ബെൻജോ ബേബിയുടെയും നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇതിന് പിന്നാലെയായിരുന്നു KG പ്രതാപചന്ദ്രന് സസ്പെൻഷൻ. മർദ്ദനം നേരിട്ട NJ ഷൈമോൾക്കും ഭർത്താവ് ബെൻജോ ബേബിക്കുമെതിരായ പോലീസ് നുണക്കഥയും ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പൊളിഞ്ഞു. KG പ്രതാപചന്ദ്രനെതിരായ നിയമ പോരാട്ടം തുടരും. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും DGPയുടെ ഓഫീസിലേക്കും എല്ലാവർക്കും. അവർ ഗർഭിണിയാണെന്നല്ല അറിയാത്തുള്ളൂ. 2 പൊടിക്കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയിലുണ്ടല്ലോ. പിന്നെ ഞാനവിടെ ബഹളം വെക്കേണ്ട ആവശ്യം വെച്ചാൽ ഞാൻ ബഹളമല്ല കരയുകയാണ് ചെയ്തത്. ഉറക്കെ കരയുകയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡിനെ അടിക്കുന്ന കണ്ടു കഴിഞ്ഞ് ആരായാലും കരഞ്ഞു പോകത്തില്ലേ, വിഷമിച്ചു പോകത്തില്ലേ, അതേ ഉണ്ടായിട്ടുള്ളൂ. പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കി മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാർ കോടതിയെ സമീപിച്ചു. ഹർജി അടുത്ത മാസം 17 മാറ്റി. മുഖ്യമന്ത്രിക്ക് പോലീസിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും
പോലീസ് അതിക്രമത്തിൽ മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ ആവശ്യം. ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനിനിറം, പിണറായി വിജയന്റെ പോലീസിന്റെ തനിനിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. എത്ര പാവപ്പെട്ടവരുടെ ജീവിതങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പൊലിയുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. മുഖ്യമന്ത്രി ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. KG പ്രതാപചന്ദ്രനെതിരായ വകുപ്പ് തല അന്വേഷണത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുന്നതിലും ഉടൻ തീരുമാനമുണ്ടാകും. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ DGPയോട് റിപ്പോർട്ട് തേടിയ മുഖ്യമന്ത്രി പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. നിലവിൽ ആലപ്പുഴ അരൂർ SHOയാണ് KG പ്രതാപചന്ദ്രൻ. 24 കൊച്ചി. ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടത്തിയ DIG MK വിനോദ് കുമാറിനെ സംരക്ഷിക്കാൻ വകുപ്പ് കൂട്ടുനിന്നതിന് തെളിവുകൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിയെന്ന് കണ്ടെത്തൽ. 2 വർഷം മുൻപ് മധ്യമേഖലാ ജയിൽ DIG നൽകിയ കത്ത് അവഗണിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തി. തടവുകാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസിൽ കുടുങ്ങിയ ജയിലാസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിനെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പരാതി കത്തുകളുമാണ് വകുപ്പ് തലത്തിൽ പൂഴ്ത്തിയത്. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 2023 ഏപ്രിലിൽ അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG ജയിൽ ഡയറക്ടർക്ക് നൽകിയ കത്ത് അവഗണിച്ചു. വിനോദ് കുമാർ വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷി പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തുകയും വകുപ്പുതല അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയും നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് നിലനിൽക്കെ DIG ആയി സ്ഥാനക്കയറ്റം നേടിയ വിനോദ് കുമാർ തുടർന്ന് ജയിലാസ്ഥാന DIG ആയതോടെ ഫയൽ മരവിപ്പിച്ചു. അധികാര പരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകളെക്കുറിച്ച് അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG 2022 3 കത്തുകൾ ജയിൽ ഡയറക്ടർക്ക് നൽകിയെങ്കിലും നടപടികളുണ്ടായില്ല. ഇതുൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറും. റിപ്പോർട്ട് പരിശോധിച്ചാലുടൻ MK വിനോദ് കുമാറിനെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ കൊല്ലത്ത് എത്തിച്ചു. മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് പ്രതികളെ അല്പസമയത്തിനകം ഹാജരാക്കാൻ പോകുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. ഷിജോ, 2 പ്രതികളെയും മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചോ? എന്താണ് അന്വേഷണ സംഘം ആവശ്യപ്പെടാൻ പോകുന്നത്? ഇന്ന് കസ്റ്റഡി ചോദിക്കുമോ അതോ റിമാൻഡ് ചെയ്യാനായിരിക്കുമോ താല്പര്യപ്പെടുന്നത്? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഈ 2 പ്രതികളെയും പങ്കജ് ഭണ്ഡാരി അതുപോലെ തന്നെ ഗോവർദ്ധൻ 2 പ്രതികളെയും മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുവന്നത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുന്ന മുഴുവൻ പ്രതികളെയും സാധാരണ നിലയിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. പത്മകുമാർ ആയാലും N വാസു ആയാലും മുരാരി ബാബു ആയാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും അവരെയെല്ലാം ഈ പറയുന്ന അന്വേഷണ സംഘം കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. അതിനുശേഷം 2 ദിവസത്തിനകം കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ ചോദിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇതിനു മുമ്പ് പോയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ പറയുന്ന മജിസ്ട്രേറ്റ് CS മോഹിത് ഈ പറയുന്ന 2 പേരെയും പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. റിമാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിലായിരിക്കും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ ഉയർന്നു കേട്ട 2 പേരുകളാണ് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി അതുപോലെ തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. ഇവർക്ക് 2 പേർക്കും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് SIT ആദ്യഘട്ടത്തിൽ തന്നെ പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുകയും ചെയ്തതാണ്. ഗോവർദ്ധന്റെ ബെല്ലാരിയിലുള്ള സ്ഥാപനത്തിലും വീട്ടിലും പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് 800 ഗ്രാമോളം സ്വർണം കണ്ടെടുത്തിരുന്നു. ആ സ്വർണം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം തന്നെയാണോ അല്ലെങ്കിൽ അവിടുന്ന് കടത്തിയ സ്വർണം തന്നെയാണോ എന്നുള്ള പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്കാണ് അത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. എന്തായാലും ഈ പറയുന്ന 2 പ്രതികളെയും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ 2 പേരെയും റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യത. പോലീസ് ഇന്ന് രാത്രി കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം റിമാൻഡ് ചെയ്തതിനു ശേഷം പിന്നീട് വളരെ വിശദമായിട്ട് N വാസുവിന്റെ റിമാൻഡ് ഈ പറയുന്ന ജാമ്യാപേക്ഷയൊക്കെ വരും ദിവസങ്ങളിൽ കോടതിയിലേക്കുണ്ട്. അതുപോലെ പത്മകുമാറിന്റെ ജാമ്യ ഹർജി കോടതിയിലേക്ക് വരാനിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനയിലേക്കാണ്. പങ്കജ് ഭണ്ഡാരി അതുപോലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ കൊല്ലത്ത് മജിസ്ട്രേറ്റിന്
വീട്ടിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രതികളെ റിമാൻഡ് ചെയ്യാൻ ആയിരിക്കും അന്വേഷണ സംഘം ആവശ്യപ്പെടുക. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനായിരിക്കും അന്വേഷണ സംഘം താല്പര്യപ്പെടുന്നത് എന്നാണ് ഷിജോ കുര്യൻ റിപ്പോർട്ട് ചെയ്ത്. അല്പസമയത്തിനകം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഇനിയും ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോയൽ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പുല്ലുമേട് കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടകർക്ക് നിയന്ത്രണം. വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെ സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1000 പേരെ മാത്രമേ കടത്തിവിടൂ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം. എന്നാൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വണ്ടിപ്പെരിയാർ പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകർക്ക് നിയന്ത്രണം ബാധകമല്ല. അതേസമയം ഇന്ന് ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 8 മണിവരെ 77,271 ഈ മാസം 26-ന് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേരും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിവർ ദർശനത്തിനായി സന്നിധാനത്തെത്തി. ഇപ്പോഴൊരു വിവരം കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. വിചാരണ കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ ED ഹൈക്കോടതിയെ സമീപിച്ചത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ EDയുടെ കുറ്റപത്രം വിചാരണ കോടതി നേരത്തെ തള്ളിയിരുന്നു. ആ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ED അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നീടായിരിക്കും കോടതി പരിഗണനയ്ക്കെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.